മാസക്കാലമായി പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പടരുകയാണ്. ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് 3 പേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുടിവെള്ള വിതരണത്തിലെ അപാകതയാണ് രോഗം പടരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. രോഗം നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേങ്ങൂരിലേക്കൊന്ന് പോകാം. അലി അക്ബർ ഷാ നമുക്കൊപ്പമുണ്ട്. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. നമ്മൾ വേങ്ങൂരിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജലാശയങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ വെള്ളത്തിലൂടെ പകരുന്ന അസുഖം അത് കൂടുതൽ ആളുകളിലേക്ക് പരക്കുന്നത്? എന്തുകൊണ്ടാണ് അത് കണ്ടെയ്ൻ ചെയ്യാൻ, നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത്? ഗുഡ് മോർണിംഗ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് വേങ്ങൂരിലാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 180ഓളം ആളുകൾക്കാണ് ഈ വേങ്ങൂരിലെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം കുടിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത്. 180ലധികം ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. 2 ആളുകളുടെ മരണമുണ്ടാകുന്നു. സാധാരണഗതിയിൽ ഒരു ചെറിയ പകർച്ചവ്യാധി എന്ന് പറയാൻ കഴിയില്ല, ഒരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും വേങ്ങൂരിലെ സംഭവത്തെ. കാരണം ഇത്രയും അധികം ആളുകൾക്ക് രോഗം ബാധിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ 3 ആളുകളാണ് ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് വേങ്ങൂരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെ പാവപ്പെട്ട ജനങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് താഴെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങൾ പാർക്കുന്ന പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്നതുപോലെ എറണാകുളം ജില്ലയിലെ ഓരങ്ങളിലുള്ള ആദിവാസി മേഖലകളൊക്കെ വരുന്നതും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്രയും വലിയൊരു ദുരന്തം വിതച്ചിരിക്കുന്നത്, ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള ഈ സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേങ്ങൂരിലെ ഈ കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുക്കുന്ന ഈ ടാങ്കിന് സമീപത്താണ്. ഈ ടാങ്കിൽ നിന്നും വെള്ളം കുടിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പകർച്ചവ്യാധി ഉണ്ടായിരിക്കുന്നത് ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഈ ടാങ്കിൽ നിന്നും എടുത്ത വെള്ളം ഉൾപ്പെടെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും 3 വാർഡുകളിലുള്ള ജനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടാങ്കിൽ നിന്നും വെള്ളം എടുക്കുന്നത്. ഈ പരിസരം പാടമാണ്. അവിടെ നിന്നെല്ലാമുള്ള വെള്ളം, അതുപോലെ കനാലിലെ വെള്ളമൊക്കെ ഇവിടേക്ക് വരും. നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഒരു പൈപ്പിൽ ഈ വെള്ളം വന്ന് വീഴുന്നുണ്ട്. ഇവിടെ നിന്നും ഈ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഈ സപ്ലൈ നടക്കുന്ന കിണറിലേക്ക് എത്തുന്നതെന്നാണ് ഇവിടെ നിന്നും നമ്മളോട് ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ടാങ്കിലേക്ക് എത്തുന്നത്. ആ ടാങ്കിൽ നിന്നും വീടുകളിലേക്ക് വെള്ളം എത്തുന്നു. അങ്ങനെയാണ് ഈ കുടിവെള്ളം കുടിച്ച് ഇത്രയും വലിയൊരു ദുരന്തം ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് എത്തി ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ പ്രദേശം ആകെ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ MLA-യുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. നമ്മൾ അല്പസമയം മുമ്പ് MLA-യുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോഴും ഈ ക്ലോറിനേറ്റ് ചെയ്യാതെ വെള്ളം വിതരണം ചെയ്യുകയാണോ അലി? അലി, വേങ്ങൂരിനെ കുറിച്ച് നമ്മൾ തന്നെ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി വാർത്തകൾ വരുന്നുണ്ട്. എന്നിട്ടും ക്ലോറിനേറ്റ് ചെയ്യാതെ വെള്ളം വീണ്ടും വിതരണം ചെയ്യുകയാണോ? പമ്പിങ്ങിലെ അപാകതയാണ് എന്നുള്ള പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞിട്ടും അത് പരിഹരിക്കാത്ത എന്തുകൊണ്ടാണ്? 150 പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെടുക എന്ന് പറയുമ്പോൾ, അതിൽ കുറെ ആളുകൾക്ക് ഗുരുതരമാവുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ അലി. സുജയ, നമ്മൾ ഈ മനസ്സിലാക്കുന്നത് പോലെ ഏപ്രിൽ മാസത്തിൽ ഏകദേശം ഒരു മാസത്തിന് മുൻപാണ് ആദ്യത്തെ കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു മാസത്തിന് ശേഷമാണ് ഇത്രയും വ്യാപകമായ ഒരു ദുരന്തത്തിലേക്ക് ഈ സംഭവം വഴിമാറുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വ്യാപകമായ ദുരന്തം ഉണ്ടാവുകയും 2 പേരുടെ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ കൃത്യമായ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ കിണറിൽ ജീവനക്കാർ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാസക്കാലത്തിനിടയിലാണ് ഇത്രയും വലിയൊരു വ്യാപനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ കുളത്തിൽ നിന്നും വെള്ളം എടുക്കുകയും ഇത് തിളപ്പിക്കാതെ കുടിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവുകയും 2 ആളുകളുടെ മരണം ഉൾപ്പെടെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും വേങ്ങൂർ പോയത്. കൃത്യമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശുദ്ധമായ കുടിവെള്ളം ശുദ്ധമായിരിക്കണം. അത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കാണ്. അത് ശുദ്ധമാണ് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനാണ്. അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ വന്നതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താതെ വന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തം വേങ്ങൂരിൽ ഉണ്ടായത് എന്നതിൽ സംശയമില്ല. എന്തായാലും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ഘട്ടത്തിൽ 3 ആളുകൾ. ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ആളുകളുടെ അവസ്ഥയും അതിദയനീയമാണ്. ഇവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ MLA-യും കടന്നിട്ടുണ്ട്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അനാസ്ഥ, അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന അനാസ്ഥ ഒരു തരത്തിലും മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല. അത് വ്യക്തമാണ്. ഇതുവരെയുള്ള പരിശോധനകളുടെ റിസൾട്ടിൽ നിന്നുൾപ്പെടെ അത് വ്യക്തമാണ്.
സുജയ. ഓക്കെ, താങ്ക് യു അലി അക്ബർ ഷാ. അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് വിശദമാക്കിയതിന്. 150-ലധികം ആളുകൾക്ക് ഒരു മാസം കൊണ്ട് മഞ്ഞപ്പിത്തം പിടിപെട്ട പ്രദേശമാണ് വേങ്ങൂർ. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രദേശത്തേക്ക് പോയത്. എല്ലായിടങ്ങളിലും കരുതൽ, ശുചിത്വം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടിയന്തരമായി ആ പ്രശ്നത്തിൽ പരിഹാരത്തിലേക്ക് എത്തുക എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ